ഹൗസ് ഓഫ് ദ ഡ്രാഗൺ എന്ന സീരീസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും വലിയൊരു ക്യാരക്ടർ ഡെത്ത് നടന്നിട്ടുണ്ട്. സർ ക്രിസ്ത്യൻ കോൾ. ജോൺ മാർട്ടിന്റെ എ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന പുസ്തകത്തിലും അതുപോലെ തന്നെ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ എന്ന സീരീസിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു സർ ക്രിസ്ത്യൻ കോൾ. അദ്ദേഹം ഇപ്പോ മരിച്ചു പോയിരിക്കുകയാണ്. നമുക്ക് ക്രിസ്ത്യൻ കോളിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ആരായിരുന്നു ക്രിസ്ത്യൻ കോൾ? ഫസ്റ്റ് സീസൺ കണ്ടവർക്ക് അറിയാം, മെയ്ഡൻ പൂളിൽ നടന്ന ഒരു ടൂർണിയിൽ ഡേമൺ ടാർഗറിയനെയാണ് ക്രിസ്ത്യൻ കോള് പരാജയപ്പെടുത്തുന്നത്. അതിലൂടെ റെനേറയുടെ പ്രീതി ക്രിസ്ത്യൻ കോള് കയ്യിലെടുക്കാണ്. ആ പോരാട്ട വീര്യം കണ്ട റെനേറയാണ് ക്രിസ്ത്യൻ കോളിനെ കിങ് കാർഡിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. മാത്രമല്ല റെനേറയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫ് ആയിട്ടും കൂടിയാണ് ക്രിസ്ത്യൻ കോളിനെ അവൾ സെലക്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. അതായത് പിന്നീട് അവർ തമ്മിൽ ഒരു രഹസ്യ പ്രണയം ഉണ്ടാകുകയായിരുന്നു. ഈ കിങ്സ് കാർഡിലെ ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് പിന്നീട് ഒരിക്കലും ഒരു കുടുംബ ജീവിതം ഉണ്ടാവില്ല. മാത്രമല്ല അവർക്കൊരു പ്രണയ ജീവിതം ഉണ്ടാവില്ല. അവിടെ ക്രിസ്ത്യൻ കോളിൽ ഒരു ചെറിയ പിഴവ് പറ്റിയാണ് അദ്ദേഹം റെനേറയായിട്ട് ഒരു സീക്രട്ട് റിലേഷൻഷിപ്പിൽ ഇവർ രണ്ടാളും ഏർപ്പെടുകയാണ്. പിന്നീട് കാലക്രമേണ റെനേറയോട് ക്രിസ്ത്യൻ കോൾ ആണ് പറയുന്നത്, നമുക്കിതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്റെ കൂടെ നീ വരണം എന്നൊരു പ്രണയാഭ്യർത്ഥന നടത്തുകയാണ്. പക്ഷെ റെനേറയ്ക്ക് അത് ഒരിക്കലും സ്വീകരിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. കാരണം റെനേറയാണ് പിന്നീടുള്ള ആ കിങ്ഡം ഭരിക്കേണ്ടിയിരുന്ന ആള്. അപ്പോൾ അവളത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ക്രിസ്ത്യൻ കോളിൽ നോക്കാണ്. അങ്ങനെ നമുക്കൊരു രഹസ്യമായിട്ടുള്ള ഒരു ബന്ധം ഇനിയും തുടരാം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ കോളിന് അത് ഒട്ടും അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. തനിക്ക് ഏറ്റവും വലിയൊരു അപമാനമായിട്ടാണ് ക്രിസ്ത്യൻ കോള് കരുതുന്നത്. അവിടെ മുതൽ റെനേറയ്ക്ക് എതിരായിട്ട് ക്രിസ്ത്യൻ കോള് തിരിയാണ്. അവിടെ നിന്ന് ക്രിസ്ത്യൻ കോള് എങ്ങനെയാണ് റെനേറയ്ക്ക് എതിരായിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്നത്? ആലിസൺ ഹൈറ്റവറിനെയാണ് കൂട്ടുപിടിക്കുന്നത് ഫസ്റ്റ് തന്നെ. എന്നിട്ട് റെനേറയും ആലിസൺ ഹൈറ്റവറും തമ്മിലുള്ള മെയിൻ ഫൈറ്റ് നടക്കാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കോളാണ്. മാത്രമല്ല പിന്നീട് റെനേറയ്ക്ക് ജനിക്കുന്ന മക്കളെ ബാസ്റ്റഡ് സൺസ് ആണ് എന്ന് പറഞ്ഞ് വളരെ അധിക്ഷേപിക്കുന്നത് ക്രിസ്ത്യൻ കോളാണ്. പിന്നീട് വിസേരിസ് മരിച്ചിട്ട് ആരായിരിക്കും അടുത്ത കിങ് എന്നൊരു ചർച്ച നടക്കുന്ന സമയത്ത് റെനേറയെ റെക്കമെൻഡ് ചെയ്ത ആളെ ക്രിസ്ത്യൻ കോളാണ് കൊല്ലുന്നത്. കാരണം ക്രിസ്ത്യൻ കോൾ ഒട്ടും സഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ബദ്ധ ശത്രുവായിട്ടാണ് റെനേറയെ പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. എക്കോൺ സെക്കൻഡ് ടാർഗറിയനെ കിങ് ആക്കാൻ ഏറ്റവും മുന്നിൽ നിർന്നിരുന്ന ഒരാളെന്ന് പറയുന്നത് ക്രിസ്ത്യൻ കോളാണ്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് കിങ് മേക്കർ എന്ന പേര് തന്നെ വരുന്നത്. ക്രിസ്ത്യൻ കോളിന്റെ മരണം എന്ന് പറയുന്നത് ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോണിന്റെ ബുക്കിൽ വെച്ച് യോദ്ധാവിന് കിട്ടുന്ന ഏറ്റവും മോശപ്പെട്ട മരണങ്ങളിൽ ഒന്നായിരുന്നു. ഒരു സാധാരണ മനുഷ്യനായിട്ട് ജനിച്ചു വളർന്നു, കിങ്സ് കാർഡിൽ അംഗമായി, പിന്നീട് റെനേറ ആയിട്ടൊരു റിലേഷൻഷിപ്പായി. അതിൽ നിന്ന് റെനേറ തന്നെ പറ്റിച്ചു അല്ലെങ്കിൽ എന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് അദ്ദേഹം മരിക്കാൻ പോകുന്നു. പിന്നീട് ആലിസനായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. പിന്നീടാണ് ആലിസായിട്ട് അയാൾക്ക് അഭേദ്യമായിട്ടുള്ള ഒരു സ്നേഹ ക്രിസ്ത്യൻ കോളിനുണ്ട്. ആലിസിന് ഉണ്ടോന്ന് അറിയില്ല. ക്രിസ്ത്യൻ കോളിനുണ്ട്. കാലത്ത് ജീവന തുല്യം സ്നേഹിച്ച റെനേറേനെ ഒരു ടൈമിൽ അത്രയും മോശമായിട്ട് പറയുന്നുണ്ട്. അവരുടെ മക്കളെ ബാസ്റ്റേഡ്സ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് റെനേറയോടും ആ കുട്ടികളോട് തീരാത്ത പക ക്രിസ്ത്യൻ കോളിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിസേരിസ് മരിച്ച സമയത്ത് വിസേരിസിന്റെ മകനാണ് രാജാവാവേണ്ടതെന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ തിരക്ക് മുന്നിൽ നിൽക്കിയത് ക്രിസ്ത്യൻ കോളാണ്. അതിനുവേണ്ടി ഏതറ്റം വരെ പോരാടിയുള്ള ഒരാൾ ക്രിസ്ത്യൻ കോളായിരുന്നു. പിന്നെ ഇപ്പൊ ലാസ്റ്റ് തങ്ങൾ മരിക്കുന്ന അറിഞ്ഞിട്ട് പോലും ആലിസ് എന്നെ പറ്റി ഓർക്കും, അല്ലെങ്കിൽ എന്നെ പറ്റി എല്ലാവരും ഒരു യോദ്ധാവിനെ പറ്റിയിട്ട് എന്നെ പറ്റി പാടി നടക്കും എന്നൊക്കെയാണ് ക്രിസ്ത്യൻ കോൾ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മരണം എനിക്ക് വേണമെന്ന് ക്രിസ്ത്യൻ കോളിൽ ഉണ്ടായിരുന്നു. തനിക്ക് ഒരുപാട് നല്ല ഓഫർ ആ ലാസ്റ്റ് സമയത്ത് പോലും കിട്ടിയിട്ട് അയാൾ അത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അയാൾ എപ്പോഴും ഒരു ക്വീൻ, എനിക്ക് തോന്നുന്നു കിങ്ങിനേക്കാൾ കൂടുതൽ ആലിസണിന് വേണ്ടിയിട്ടാണ് ക്രിസ്ത്യൻ കോള് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മരണം എനിക്ക് വേണം, ഞാനത് അർഹിക്കുന്നുണ്ട്, എനിക്കത് വേണമെന്ന് ക്രിസ്ത്യൻ കോളിന് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും മോശപ്പെട്ട ഒരു മരണമാണ് കിട്ടിയിരുന്നത്. അതൊരു ഒരു യോദ്ധാവിന് കിട്ടേണ്ട ഒരു മരണമല്ല ക്രിസ്ത്യൻ കോളിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ നമുക്ക് ചില സമയത്ത് ഒരു ചെറിയൊരു പോയിന്റിൽ നമുക്ക് ഇയാളെ ഇടിച്ച് കൊല്ലാനുള്ള ദേഷ്യം തോന്നുമെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് തോന്നും. എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു താനൊരു ട്രാപ്പിലേക്കാണ് പോകുന്നത് ക്രിസ്ത്യൻ കോളിന് അറിയില്ല എങ്കിൽ പോലും അയാൾ ആ നിമിഷ നേരം കൊണ്ട് ഒരുപാട് ആൾക്കാരെ കൊന്നു തീർക്കുന്നുണ്ട്. അപ്പോഴയാൾ പറയുന്നത് എന്റെ ഒപ്പമുള്ള ആൾക്കാരെ വെറുതെ വിടുക, എന്നിട്ട് ഞാനുമായിട്ടൊരു വാൾപ്പേറ്റ് നടത്തുക. ഉറപ്പാണ് അങ്ങനെ ഒരു വാൾപ്പേറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അതിനൊന്നും ഒരു അവസരം കൊടുക്കാതെ യോദ്ധാവിനെ പോലെ മരിക്കുമെന്ന് വിചാരിച്ചിരുന്ന ക്രിസ്ത്യൻ കോളിനെ ഒരു 3 അമ്പ് കൊണ്ട്
പണി തീർക്കുകയാണ്. ആ മരിക്കുന്ന സമയത്ത് പോലും മാലിക് ഹൈടവറിനെ അവൻ അത്രയും സ്നേഹിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് മനസ്സിലാവും. ആ ഒരു ടവലൊക്കെ എടുത്തിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. എന്തായാലും ക്രിസ്റ്റ്യൻ കോൾ മരിച്ചു. നമുക്ക് ഗ്രീനിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയൊരു നഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ക്രിസ്റ്റ്യൻ കോളിന്റെ കാര്യം അവിടെ തീരുമാനമായിട്ടുണ്ട്. പിന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഞങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും